ഹലോ! അപ്പോൾ ഡൽഹിയിലെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡൽഹി ഈ വ്ലോഗ് പെൻഡിങ് ആയിരുന്നോണ്ട് തന്നെ നമ്മളത് ഇട്ടങ്ങ് അവസാനിപ്പിക്കാം വിചാരിച്ചു കേട്ടോ. കുറേ പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. "ഡോൺ ചേട്ടൻ ഇത്രയും വീഡിയോ എടുത്തോ?" എന്ന് ചോദിച്ചിട്ട്. ഞാനും ഭയങ്കര ഞെട്ടലിലാണ് കേട്ടോ. ഇത്രയും ആത്മാർത്ഥമായിട്ട് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഫേസ് കാണിച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ പോലും അതെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തേലും തട്ടാമുട്ട് പറയൂന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അത് ഭംഗിയിൽ ചെയ്തു തന്നു ട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ചെയ്തു തന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ട്ടോ. ഇവരെന്തിനാണാവോ ഈ പച്ചക്കറി വാങ്ങിക്കണാവോ? ആവോ! റിജോ ചേട്ടൻ അല്ലേലും ഒരു പച്ചക്കറി കുട്ടനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഇവരെവിടെയോ പോവാണ് ട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം 2 ദിവസത്തെ ഒരു പെൻഡിങ്ങിന് ശേഷം ഞാൻ ഇന്നാണ് ഒരു വീഡിയോ ഇട്ടത്. അതായത് നിങ്ങൾ കാണുമ്പോൾ ഇന്നലെയാണ് വൈകുന്നേരമാണ് ഞാൻ ഇട്ടത് ട്ടോ. അപ്പം ഒരു ലാഗിങ് ശരിക്കും വന്നു വ്ളോഗിങ്ങിൽ. എനിക്കായാലും അങ്ങനെ കാര്യമായിട്ട് ഇടാൻ പറ്റില്ല. ഞാൻ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പിള്ളേരുമായിട്ട് ആകെ ബിസിയായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലേ മറ്റൊന്ന് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇത് വീണ്ടും ഒരു മെട്രോ യാത്രയാണെന്ന് തോന്നുന്നു. എവിടെയാണോ വഴിതെറ്റി പോകുന്നുണ്ടാവുക ആർക്കറിയാം. അങ്ങനെ അവരുടെ ഇവർ പിന്നെ ചെന്നിട്ട് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ വണ്ടി സെലക്ഷൻ മാത്രമല്ലാണ്ട് ഇതൊന്ന് സെറ്റ് ആവാനും ഒക്കെ ടൈം കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും. ഇവിടുന്ന് വെറുതെ ഫ്ലൈറ്റും കയറി പോയതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. എന്ന് അവർ പോകുമ്പോൾ ഫ്ലൈറ്റിന് പോവുകയാണെങ്കിലും തിരിച്ചവർ വണ്ടി ഓടിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് വരിക. ഇപ്പം 2, 3 വണ്ടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇവർ ഓടിച്ച് വരും. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും അവർ ഇങ്ങനെ മാറി മാറി ഓടിച്ച് വരും. അല്ലെങ്കിൽ ട്രക്കിൽ ഈവൻ ബാംഗ്ലൂർ വരെ എത്തുള്ളൂ. അവിടുന്ന് നമ്മൾ പോയി ഡ്രൈവ് ചെയ്ത് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുക കേട്ടോ. ഇവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ചില ഇതൊക്കെ നമ്മൾ ത്രൂ ഡയറക്റ്റ് നമ്മുടെ തൃശ്ശൂരേക്ക് വരാറുണ്ട് കേട്ടോ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എനിക്ക് തോന്നുന്നു മണി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. തീഹാർ ജയിൽ ബേക്കറി പ്രൊഡക്ട്സ്. ഓ മൈ ഗോഡ്! ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടെങ്കിലും ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. എനിവേ തീഹാർ ജയിൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവിടെ പ്രൊഡക്ട്സും കണ്ടു. എന്തായാലും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എല്ലാം അവർ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് എന്തെന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ നിന്നൊരു കുഞ്ഞ് പ്രോഫിറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ മെനക്കെട്ടതൊന്നും നമുക്ക് കാര്യമില്ലാണ്ടായിപ്പോവും. സോ മാക്സിമം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അവർ നോക്കും കേട്ടോ. അപ്പോൾ ദേ ഇത് അടുത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാനങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചില്ല. ഞാൻ അപ്പോഴേ ഡോൺ ചേട്ടനോട് പറഞ്ഞു വീഡിയോ എടുക്കുമ്പം വോയിസ് കൊടുത്ത് എടുത്താൽ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അങ്ങനെ എനിക്ക് ഇട്ടാൽ മതി. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇരട്ടിപ്പണിയാണ് വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ ആയിട്ട്. പിന്നെ അവരുടെ ആ സറൗണ്ടിങ്സും ഓക്കെ ആവണമെന്നില്ലല്ലോ. എന്താ ഇവിടുത്തെ എന്നിട്ടാ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് എനിക്ക് അപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു റിജോ ചേട്ടൻ എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടാവുകയെന്ന്. എനിക്ക് തോന്നുന്നില്ല റിജോ ചേട്ടൻ ഇതൊക്കെ കഴിക്കുമെന്ന്. എനിവേ അറിയില്ല. ഡോൺ ചേട്ടൻ എല്ലാം ടേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് റിജോ ചേട്ടനെ പറ്റി വലിയ ഐഡിയ ഇല്ല ഈ കാര്യത്തിൽ. ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ ഫാമിലി ട്രിപ്സിന് പോകുമ്പോൾ നമ്മൾ അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ വാങ്ങിച്ച് ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് പതിവ്. അല്ലാണ്ട് ടിപ്പിക്കലി ഒരു സാധനം എടുത്ത് കഴിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി വണ്ടിയല്ലേ, കൊള്ളാം. എനിക്കിഷ്ടമായി. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ എപ്പോഴും ഡോൺ ചേട്ടനോട് പറയും നമുക്ക് ഒന്നും കൂടെ ഒന്ന് സെറ്റായാൽ നമുക്കൊരു ക്രിസ്റ്റ എടുക്കാം എന്നൊക്കെ ഞാനിങ്ങനെ വല്ലപ്പോഴും പറയട്ടെ. ഞാനന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു, ഡോൺ ചേട്ടാ എത്ര രൂപയാവും നമ്മുടെ കൊക്കിൽ ഒതുങ്ങുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടനും പറഞ്ഞു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, കുറച്ചും കൂടെ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങിക്കാൻ അല്ലെങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ബട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റിൽ ആവണം, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ ഫ്രീ ആവണം. സത്യം പറഞ്ഞാൽ അങ്ങനെ ലാവിഷ് ആവാനുള്ളത് ഒന്നുമില്ല നമുക്ക്. എന്ന് വെച്ചിട്ട് ദാരിദ്ര്യമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ദൈവം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ ചെയ്തു തരുന്നതിനുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് കൈ ഫ്രീ ആവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകാനൊരു ക്രിസ്റ്റ നോക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. പുതിയത് തന്നെ വാങ്ങിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഉള്ളപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇത് അടുത്ത വണ്ടി നമ്മുടെ റിജോ കൂട്ടനാണെന്ന് തോന്നുന്നു എടുക്കുന്നത് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഒപ്പിടുന്നത് കാണുന്ന സ്ഥിതിക്ക് റിജോ കൂട്ടനായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇവർ കളിയാക്കി വിളിക്കുന്ന മീൻസ് ഓമനത്തിൽ വിളിക്കുന്നതാണ് റിജോ കൂട്ടൻ കേട്ടോ. അതുകൊണ്ട് അറിയാതെ ആ ഫ്ലോയിൽ വന്നതാണ്.
അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം കാര്യങ്ങൾ അവർ അവിടുന്ന് തന്നെ ചെയ്ത്, നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിക്കുന്നത് അവിടുന്ന് തന്നെ ചെയ്ത് കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടാണ് കേട്ടോ വരിക. എനിക്കതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്താണ് ഇതിന് വേണ്ടത് എന്ന് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതിലും ബെറ്റർ ഇതിൻ്റെ ഓണറിന് ഇതിനെപ്പറ്റി അറിയാം, ഇതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം ഓടിച്ച് നോക്കി കൃത്യമായ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എടുക്കുകയുള്ളൂ. ഫുള്ള് കുറച്ച് നേരം ഒന്ന് എടുക്കും. ഈ പറയുന്ന പോലെ വണ്ടി റേസ് ചെയ്യുമ്പോൾ ശബ്ദം വ്യത്യാസം വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് കേട്ട് കേൾവിയുള്ളൂ കേട്ടോ. എനിക്ക് വണ്ടി ഓടിക്കാനും എടുക്കാനും ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഒന്ന് സൗണ്ട് മാറിയാലോ അതൊക്കെ വന്നാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും വണ്ടീനെ പറ്റി ഇല്ല കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയോ ഇവരും കൂടുതൽ ആക്സസറീസ് ആയിക്കോട്ടെ എല്ലാം മാക്സിമം അവിടുന്ന് തന്നെ പിക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം വിലയിൽ നല്ല വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അതേ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ ആയതായിരിക്കാം. അപ്പോൾ അവർ ഓൾറെഡി നമ്മളോട് പറയും, ഇന്ന ഇന്ന സാധനങ്ങൾ വേണം ഡോണേ, അതൊക്കെ സെറ്റാക്കിക്കോ, ഒന്നും നോക്കണ്ട, എല്ലാം നമുക്ക് സെറ്റാക്കാമെന്ന് പറയുമ്പോൾ നമ്മളത് സെറ്റാക്കി കൊടുക്കും കേട്ടോ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കയറ്റുകയാണ് ചെയ്യുക. അല്ല, ഇപ്പം നമുക്ക് ഓൾറെഡി കസ്റ്റമർ റെഡിയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കും കേട്ടോ. അല്ലാണ്ട് വണ്ടി വാങ്ങിച്ചിരുന്ന നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ഭംഗിയിൽ ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നു, ഓൾറെഡി ഡൽഹി രജിസ്ട്രേഷൻസ് വരുന്നതാണ്, അതിൻ്റെ പേപ്പർ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ. അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ പറയുക, നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തന്നാൽ എല്ലാ ഭംഗിയിൽ അവർ ചെയ്തു തരും. ആ ഒരു ഗ്യാരണ്ടി എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. കാരണം ഞാൻ കാണുന്നതാണ് ഇവർ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് ആയതിൻ്റെ പേരിൽ ഞാൻ പറയല്ല, ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ആത്മാർത്ഥതയിലാണ്. ഇവർ ആരും ആയിക്കോട്ടെ, ഹബ്ബിലെ ആരും ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ മാക്സിമം ഇതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് പറയും മാർക്കറ്റ് ഡൗൺ ആണ്, ഇപ്പോൾ പൊതുവെ വണ്ടികൾക്കൊക്കെ വില കുറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ പ്രീമിയം വണ്ടികൾക്ക് കുറച്ചും കൂടെ ഇവർക്ക് ഡിമാൻഡ് ഉള്ളതായിട്ട് പറഞ്ഞു. അപ്പം ചുമ്മാ നമുക്ക് ഡൽഹിക്ക് പോകാനോ ഒന്നും പറ്റില്ല. ബട്ട് ഇത് പർപ്പസ്ഫുള്ളി പോയതായതുകൊണ്ട് തന്നെ കുറച്ച് വണ്ടികളൊക്കെ നോക്കി എടുക്കാൻ പറ്റുന്നൊക്കെ മീൻസ് നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്നാൽ പോകും എന്നുറപ്പുള്ള. ഇപ്പം നമ്മളായാലും ഓർണമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം, അത് കണ്ട ഒരാളെങ്കിലും വാങ്ങിക്കാണ്ടിരിക്കില്ല എന്ന ഉറപ്പ് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ പെടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ അവർ പക്കയായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞ ഒരു ബിസിനസ് ട്രിക്കാണ്. ഞാനും ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി. ഇപ്പം ഞാനൊരു മാല എടുത്താൽ എനിക്കറിയാം, ഒരൊറ്റ പീസ് എടുത്താലും ആ പീസ് പോയിരിക്കും, എക്സ്ട്രാ 2-3 എടുത്താലും അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചില സാധനങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ തന്നെ മറ്റൊരാൾക്കും തോന്നും എന്നുള്ളൊരിതാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയല്ല കേട്ടോ. വണ്ടിയുടെ കാര്യങ്ങൾ വരുമ്പം അതിനോട് ഇഷ്ടം തോന്നണം, അല്ലെങ്കിൽ അതിനൊരു ആവശ്യം വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം, അല്ലേ? ലോണും കാര്യങ്ങളും ശരിയാവണം ഒക്കെ. നിങ്ങൾക്കിപ്പോൾ ലോണിനാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ പോലും A to Z കാര്യങ്ങൾ അവർ കംപ്ലീറ്റ്ലി അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ വേണ്ട പേപ്പേഴ്സും കാര്യങ്ങളും കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിന് വേണ്ടി കുറേ അന്വേഷിച്ച് നടക്കുക, ഓടുക ഒന്നുമില്ല. അവരെല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്തു തരും കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരുടെ റോഡ് ട്രിപ്പ് തുടങ്ങി കേട്ടോ. ഡൽഹി ടു തൃശ്ശൂർ അവർ വരികയാണ്. എനിക്കത് 3 വണ്ടികളിലായിട്ടാണ് വരുന്നത്. റിജോ ചേട്ടനും ഡോൺ ചേട്ടനും ഒരു വണ്ടിയിൽ, വേറെ 2 ഫ്രണ്ട്സുകൾ വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അവരെ പറ്റി വലിയ ഐഡിയാസ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഈ 2 ദിവസമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ. ഞാൻ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫീലിംഗ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച പിള്ളേരെ കാണിക്കും എന്നല്ലാണ്ട് ഞാനങ്ങനെ ഒരു ഇത് വെച്ചിട്ടില്ല. ഡോൺ ചേട്ടൻ പക്ഷെ കൃത്യമായിട്ട് വീഡിയോസ് അയച്ചു തരുന്നുണ്ടായിരുന്നു, നല്ല കുട്ടിയായിട്ട് അയച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടുക എന്നുള്ളത് എൻ്റെ ദൗത്യമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടില്ലേ ടോയ്ലറ്റ്, നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് സെറ്റപ്പ്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇനി ഇതിൻ്റെ വോയിസ് ഞാൻ ശരിക്കും കേട്ട് നോക്കണം, ഇനി ഡോൺ ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇവർ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കില്ല. ഈ പറഞ്ഞ പോലെ ഉറക്കം വരും, ക്ഷീണം വരും. നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം പോകണമെങ്കിൽ തന്നെ നമുക്ക് മടുപ്പാണ്. അപ്പം ഡൽഹി ടു തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം വഴി ഉണ്ട്. സോ അതെല്ലാം റെസ്റ്റ് എടുക്കുക, ഇടയ്ക്കൊന്ന് റൂം എടുത്ത് ഉറങ്ങും ഒക്കെ ചെയ്യും കേട്ടോ.
പിന്നെ ഇത് ഇവര് വരുന്ന വഴിയോളം നോർത്ത് ഇന്ത്യ എനിക്ക് സത്യം പറഞ്ഞാ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ സത്യമായിട്ടും ഒരു കൊതി വന്ന് തുടങ്ങി. എനിക്കൊന്ന് കുറച്ചധികം ദിവസമായി ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ക്രാവിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമല്ലോ. ആ ഒരു സ്റ്റേജിലാണ് സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇന്നലെ ആയാലും മറ്റേ ആ വീഡിയോയിലായാലും എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്താന്ന്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്തെങ്കിലും മീൻസ് എന്ന് വെച്ചിട്ട് ഭയങ്കര അടിപൊളി ഹോട്ടലിൽ പോകുന്നല്ലേ, ഇതുപോലെ അറ്റ്ലീസ്റ്റ് തട്ടുകടയിൽ പോയിട്ട് പൊറോട്ടയോ ഓംലെറ്റോ എങ്കിലും കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഡോൺ ചേട്ടൻ വന്നിട്ട് പറ്റിയാലൊന്ന് പുറത്ത് പോയിട്ട് എനിക്കിഷ്ടമാണ്. നമ്മുടെ ദേ തട്ടിൽ നിന്നുള്ള ഫുഡായാലും സൂപ്പറാണ് കേട്ടോ. കൊത്തു പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പം അത് പറ്റിയാൽ ഒന്ന് കഴിക്കാൻ പോകണം. എനിക്കെന്തോ ഭയങ്കര കൊതി. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കൊതി വരാറില്ല. ബട്ട് എനിക്കൊന്നു ഈ പറയുന്ന പോലെ കുറച്ച് അധികം ദിവസമായിട്ട് നമ്മൾ ഹോംലി ഫുഡ് തന്നെയാണ്. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ബോഡിക്കായാലും ഒക്കെ എനിക്ക് വ്യത്യാസങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മൾ ഹോംലി ഫുഡ് മാത്രമേ നമ്മൾ എടുത്തിരുന്നുള്ളൂ. പുറത്തൊന്നും നമ്മൾ പോയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ബോഡിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതാന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും കേട്ടോ. എടുത്ത് ചാടി ഞാനൊന്നും പറയില്ല ഇനി. കാരണം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊന്നും മുൻകൂട്ടി പറഞ്ഞ് ഇതേ ഞാൻ പോവാണ്ട നാളെ എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാം കഴിഞ്ഞ് ഭംഗിയിലാവുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ചേഞ്ച് തോന്നുമ്പോൾ ഞാനത് റിവീൽ ചെയ്യാം. അല്ലാണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് 10 പൈസയ്ക്ക് കാര്യമില്ല കേട്ടോ. അപ്പോൾ ദേ ഇടയ്ക്കിടയ്ക്ക് അവർ റെസ്റ്റ് എടുക്കണു, വണ്ടി യാത്ര ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. മുഷിപ്പാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുന്ന പോലെയല്ലേ പിള്ളേരെ മടിയിൽ വെച്ചിട്ടൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സുഖമില്ല. പിന്നെ അവരെയും കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളതൊക്കെ മറന്നിട്ട് നമ്മൾ എല്ലാം മറന്ന് നടക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം പോകുന്നത്. ഇപ്പം പിന്നെ അതും ഇല്ലാണ്ടായി. ഇപ്പം ട്രിപ്പുകളും അങ്ങനെ ഇല്ലാണ്ടായി. മൊത്തത്തിൽ ഒന്ന് റിസർവ്ഡ് ആയ ഒരു പ്രതീതിയായിട്ടോ. നമ്മൾ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇവരായാലും ഇപ്പം കൂടുതലും അവർക്ക് വരുന്നത് ഇപ്പം ദുബായിലൊക്കെ വെക്കേഷനാണ്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഉറപ്പായിട്ടും വണ്ടികളൊക്കെ അന്വേഷിക്കുന്നവർ കാണും. ഇവരെങ്ങോട്ടാണോ മാതാവേ പോകുന്നത്? അധോലോകമോ ഇത്? ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോഴാട്ടോ ഇതിനൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളിത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ആകെ ഒരു ഇത് നിങ്ങൾക്കൊരു ഒപ്പിക്കൽ വീഡിയോ ആയിട്ട് തോന്നാൻ പാടില്ല. ഇത് കാണുകയും വേണം, കേൾക്കാനും ഒരു ഭംഗി വേണം അല്ലേ? ചുമ്മാ വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സോ ഞാനങ്ങനെ എൻ്റെ ഒരു മാക്സിമത്തിൻ്റെ മാക്സിമം കൊടുത്തിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എഫേർട്ടും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തിനും എഫേർട്ടുണ്ട്. ഇപ്പോൾ ഡോൺ ചേട്ടൻ വീഡിയോ എടുത്ത് തന്നു എന്നുകൊണ്ട് മാത്രമായില്ല എനിക്കത് എന്താണ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഒരു ഗ്യാപ്പ് വേണം അല്ലേ? പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നതുകൊണ്ട് വൈഫൈ പ്രശ്നം വരും. അതൊക്കെ കൊണ്ട് നല്ല സുഖമാണ്. പിന്നെ എല്ലാവർക്കും നാളെ, അതായത് ഇന്ന് അവധിയാണ്, പിള്ളേർക്കെല്ലാം അവധിയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പ്രമാണിച്ച്. അതുകൊണ്ട് ചാക്കോച്ചൻ്റെ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോൺ ചേട്ടൻ വന്നിട്ട് ഞാനത് ചെയ്യുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ടെൻഷനുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം അവൻ്റെ പ്രായം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എനിവേ, ഇപ്പോൾ ദൈവത്തിൻ്റെ വിധി അതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ഇത് ഡോൺ ചേട്ടൻ സേഫായിട്ട് എത്തുക എന്നുള്ള സംഭവം. അവർക്ക് വന്ന് ശീലം ഉണ്ടെങ്കിലും ആസ് എ വൈഫ് എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. എപ്പോൾ എത്തും, എങ്ങനെയാവും യാത്ര, ഉറക്കം കിട്ടുമോ, റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കും. അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു ഭയങ്കര ഭംഗിയിൽ വീഡിയോസ് എടുക്കുകയാണ്. എന്തിനാണാവോ എന്തോ. പിന്നെ കുറേ പേര് ചോദിച്ചു ചുമയൊന്നും മാറിയില്ലേന്ന്. നമ്മളത് മാറാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും സിവിയർ കഫ് മാറി. പക്ഷെ ഇടയ്ക്കിടെ തലയ്ക്കും ചുമയുണ്ട്. പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് വോയിസ് ഓവർ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ഉമ്മുനീര് ഇറങ്ങുമ്പോൾ വിക്കി പോവുക, അങ്ങനത്തെ ഒരു സംഭവം വരും കേട്ടോ. കാരണം ഇതേ ഫാസ്റ്റ് അയ്യോ ഇതെന്തിട്ടാ, ഓ മൈ ഗോഡ്, ഫുൾ ഓഫ് ആക്സിഡൻറ്റ്സ്. ദൈവമേ, ഇവർക്ക് ഫുഡ് എടുക്കാതിരുന്നൂടെ? എന്തൊരു കഷ്ടമല്ലേ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ വണ്ടി വരുമ്പോൾ അതെടുക്കാൻ ഇവർ പോവുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അവർ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ വരുവുള്ളൂ. അങ്ങനെ ഉറങ്ങാൻ കയറിയതാണെന്ന് തോന്നുന്നു. ഉറങ്ങാണ്ട് വണ്ടി ഓടിക്കരുതെന്ന് ഞങ്ങളെല്ലാവരും പറയും കേട്ടോ. കാരണം
റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. റോട്ടിൽ കൂടെയുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അവരുടെ വണ്ടി സ്പീഡിൽ പോണതല്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് വീഡിയോയ്ക്ക് കൂട്ടിയിട്ടു. അല്ലാണ്ട് വേറൊന്നും അല്ല കേട്ടോ. ഇനി ആൾക്കാർ വിചാരിക്കും, ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവർ വിചാരിക്കും, ദൈവമേ ഇവൻ ഈ വണ്ടിയും കൊണ്ട് ഈ പറപ്പീരും കൊണ്ടാണോ വരുന്നതെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളി കണ്ടീഷനാണ്. ഡൽഹിയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിയൊരു വണ്ടി എന്നുള്ളൊരു ക്രെഡിറ്റ് ഈ വണ്ടിക്കുണ്ട്. നമ്മൾ എത്ര നാൾ ഓടിയാൽ അത്രയും കിലോമീറ്റർ ആവാം അല്ലേ? അങ്ങനെ ദേ അവർ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റോട് റെസ്റ്റാണ്. പക്ഷെ നമ്മുടെ വേരുറയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലെത്തും. അപ്പം ആ, ഗൊത്തില്ലെന്നാണോ ദൈവമേ പറയണത്. ഈ മനുഷ്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി വന്നിട്ട് വേണം ഒരു ട്രിപ്പ് പോവാൻ. വണ്ടി കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് ട്രിപ്പ് പോവാനായിട്ട്. നമ്മളിപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നാളുകളായി. ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി എവിടേക്കോ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഒക്കെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 33ാമത്തെ ദിവസം പൊക്കോണ്ടിരുന്നതാണെങ്കിൽ ഇപ്പം അത് നല്ലൊരു വഴിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ എനിക്കറിയില്ല. അതൊക്കെ ശരിയാക്കണം. മൈൻഡായാലും എവിടേക്കോ എന്തൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ചിരിക്കുകയാണ്. സ്വസ്ഥതയുടെ അല്ല, എന്തോ ഒരു നമ്മൾ പറയത്തില്ലേ, ഇടയ്ക്ക് നമ്മുടെ മനസ്സിലേക്കൊരു കുട്ടിച്ചാത്തൻ കയറുമെന്ന്. ആ കുട്ടിച്ചാത്തൻ കയറിയിരിക്കുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇത് ഡ്രസ്സൊക്കെ മാറി യോയോ ചെക്കനായി. എന്തോ മുഖമൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുമ്പോഴേ ഷേവ് ചെയ്ത് മുടി വെട്ടിയിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒരു അരമണിക്കൂറിലെടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയില്ല. ദൈവമേ ദേ വീണ്ടും ഭക്ഷണം. എനിക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു. ഓ മൈ ഗോഡ്, വോയിസ് ഓവർ എടുക്കാനുള്ള ഒരു മൂഡ് തന്നെ പോണു. എനിക്ക് തോന്നുന്നു ഇവർക്ക് പൊതുവെ നോൺ വെജിനോടാണ് താല്പര്യം. റിജോ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവരുടെ അമ്മച്ചിയൊക്കെ ബ്രാല് കറിയൊക്കെ വെക്കും കേട്ടോ. ഭയങ്കര അവരുടെ വീട്ടിൽ പെരുന്നാളിനൊരു മസ്റ്റ് ഐറ്റമാണ് ബ്രാല് കറി. അങ്ങനെ കുറച്ച് ഇതൊക്കെയുണ്ട്. പിന്നെ പിന്നെന്താണ്, നോൺ വെജ് ആണ് അവർക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടം. ഡോൺ ചേട്ടൻ പക്ഷേ എല്ലാം കഴിക്കും. പക്ഷെ നോൺ വെജ് ആണ് കുറച്ചും കൂടെ ഇഷ്ടം. ബീഫൊക്കെയാണ് കുറച്ചും കൂടെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ നോൺ വെജേ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ നോൺ വെജൊക്കെ കഴിപ്പിക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ബോൺലെസ് തന്നെ വേണം. അങ്ങനെ കുറേ പൊട്ട ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എറണാകുളത്തേക്ക് മാറിയപ്പോഴാണ് എനിക്ക് ഈ ഫുഡിനോട് അമിതമായ ഇഷ്ടവും ഫുഡുകൾ ട്രൈ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അതുവരെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമില്ല. എനിക്ക് ആകെ അമ്മ എനിക്ക് മന്ത്ലി വാങ്ങിച്ചു തരുന്ന പഞ്ചാബിയിലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ അതൊരു വികാരമായിരുന്നു കേട്ടോ. മാസത്തിലൊന്ന് അമ്മ മസ്റ്റായിട്ട് വാങ്ങിച്ചു തരുന്നൊരു ഐറ്റമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കാലം മതിയായിരുന്നു എന്ന് ചില സമയത്ത് തോന്നും കേട്ടോ. നമ്മളിങ്ങനെ പാരൻസിൻ്റെ കൂടെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാണ്ട്, എന്താ പറയുക, അവർക്ക് നമ്മളൊരു സ്ട്രെയിനാണ്. നമ്മളെ അവർ വളർത്തുകയാണല്ലോ. ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച പിള്ളേരായപ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. അവർക്ക് ആ സമയത്ത് അവരും ഇത് വിചാരിച്ചിട്ടുണ്ടാവണം. ചില സമയങ്ങളിൽ തോന്നും, ശ്ശോ, കൊച്ചു കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, വലുതാവണ്ടായിരുന്നു, അപ്പൻ്റെ അമ്മയുടെയും കൂടെ അങ്ങനെ നിന്ന് ഒരു ബുദ്ധിമുട്ടുകളും അറിയാണ്ട് വിഷമങ്ങളും ഒന്നും ഇല്ലാണ്ട് അവർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു കാലഘട്ടം തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. ഇടയ്ക്ക്, എപ്പോഴും എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര മിസ്സിങ് ആയി. എനിക്ക് കഴിക്കാനൊക്കെ തോന്നി. എന്തേലും ആട്ടെ. അവർ ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വെളുപ്പിനെ ആവും. അപ്പോൾ അവർ ഉറങ്ങിയിട്ട് നാളെ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടേ പുറപ്പെടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും ചാക്കോനെയും കൊണ്ട്. എന്തായാലും ഡോക്ടറിനെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോയിൻമെൻറ്റും എടുത്തു. എനിക്ക് അവൻ്റെ കാര്യത്തിൽ പല്ലായതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 2 പല്ല് നല്ല പണിയായിട്ടിരിക്കുകയാണ്. അതിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഡൽഹി യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വ്ളോഗ് ഞാൻ കമ്മിങ് ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു സമയപരിധി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അപ്പോൾ ഡിംപിൾ വന്നതുകൊണ്ട് ഒന്ന് ലൂസായിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ കുറച്ച് ബിസി ആയിരുന്നു. പിള്ളേർ 3 പേരുള്ളതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിസിനസ് ഒന്ന് ഡള്ളായി. ഇനി അതൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുത്ത് ഒന്ന് ഓണം ലൈവാക്കണം. ലൈവിലല്ല, ലൈവാക്കണം ഓണം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീണ്ടും പറയണു,
നിങ്ങൾക്ക് വണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഇന്ന വണ്ടിന്നൊന്നുമില്ല. എന്ത് വണ്ടിയാണെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി അത് ഭംഗിയിൽ ചെയ്തു തരും. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കീപ് സപ്പോർട്ടിങ് ഡൽഹി വ്ളോഗിന്. ഇനിയും കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വ്യൂസ് കുറച്ച് കുറവാണ്. സോ നിങ്ങൾ അതിൽ ശ്രദ്ധ പുലർത്തണം.